DC എക്സ്റ്റൻഡഡ് യൂണിവേഴ്സിലെ സൂപ്പർമാനും ബ്ലാക്ക് ആഡവും തമ്മിൽ ഒരു പോരാട്ടം നടന്നാൽ ഇവരിൽ ആരാകും വിജയിക്കുക? നമുക്ക് നോക്കാം. കെത്താഡത്തിന് പവേഴ്സ് ലഭിക്കണമെങ്കിൽ അദ്ദേഹം ഷസാം എന്ന മാജിക് വേർഡ് പറയണം. ഷസാം എന്ന അതേ മാജിക് വേർഡ് തന്നെയാണ് ബ്ലാക്ക് ആഡത്തിന്റെ ഏറ്റവും വലിയ വീക്ക്നെസ്. ബ്ലാക്ക് ആഡത്തിന് പവേഴ്സ് കൊടുക്കുന്നത് ഈജിപ്ഷ്യൻ മിത്തോളജിയിലെ ഗോഡ്സ് ആണ്. ഷു, ഹോറസ്, ആമോൺ, സെഹൂതി, എയ്റ്റൻ, മെഹൻ ഇവരൊക്കെയാണ് ബ്ലാക്ക് ആഡത്തിന് പവേഴ്സ് കൊടുക്കുന്ന ആ 6 ഈജിപ്ഷ്യൻ ഗോഡ്സ്. എൻറ്റയർ ജസ്റ്റിസ് സൊസൈറ്റിയും ബ്ലാക്ക് ആഡം ഒറ്റയ്ക്ക് നേരിട്ടിട്ടുണ്ട്. യെല്ലോ സണ്ണിന് എക്സ്പോസ് ആകുന്ന സൂപ്പർമാൻ അതിശക്തനായിട്ട് മാറും. അതിശക്തന്മാരായ ക്രിപ്റ്റോണിയൻസിനെയും ഡൂംസ്ഡേയെയും സ്റ്റെപ്പൻ വൂൾഫിനെയും മാത്രമല്ല എൻറ്റയർ ജസ്റ്റിസ് ലീഗിനെയും സൂപ്പർമാൻ ഒറ്റയ്ക്ക് നേരിട്ടിട്ടുണ്ട്. സൂപ്പർമാന്റെ വീക്ക്നെസ് ക്രിപ്റ്റനൈറ്റ് ആണ്. ബ്ലാക്ക് ആഡത്തിന്റെ മറ്റൊരു വീക്ക്നെസ് ആണ് ഇറ്റേണിയം. സൂപ്പർമാൻ ഹോൾഡ് ബാക്ക് ചെയ്തിട്ടാണ് എപ്പോഴും ഫൈറ്റ് ചെയ്യാറുള്ളത്. ഒരു പോരാട്ടത്തിനിടയിൽ പോലും ജനങ്ങളെ സംരക്ഷിക്കാൻ അദ്ദേഹം ശ്രമിക്കാറുണ്ട്. സൂപ്പർമാൻ ഹോൾഡ് ബാക്ക് ചെയ്യാതെ ഫൈറ്റ് ചെയ്താൽ അത് ഭൂമിക്ക് തന്നെ നാശകരമായേക്കാം. സൂപ്പർമാന്റെ മറ്റൊരു വീക്ക്നെസ് ആണ് മാജിക്. ബ്ലാക്ക് ആഡത്തിന് മാജിക് പ്രയോഗിക്കാൻ സാധിക്കും. സ്പീഡിന്റെ കാര്യത്തിൽ സൂപ്പർമാന് ഫ്ലാഷിനോട് വരെ കട്ടയ്ക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കും. ഒരുപക്ഷെ ബ്ലാക്ക് ആഡം സൂപ്പർമാന് അതിശക്തമായ പ്രഹരങ്ങൾ ഏൽപ്പിച്ചേക്കാം. എന്നാൽ സൂപ്പർമാൻ ഹോൾഡ് ബാക്ക് ചെയ്യാതെ പോരാടിയാൽ ബ്ലാക്ക് ആഡത്തിന്റെ കാര്യത്തിൽ തീരുമാനമാകും. DC എക്സ്റ്റൻഡഡ് യൂണിവേഴ്സിലെ സൂപ്പർമാനും ബ്ലാക്ക് ആഡവും തമ്മിൽ ഒരു പോരാട്ടം നടന്നാൽ ആരാകും വിജയിക്കുക എന്നുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും ഒന്ന് കമന്റ് ചെയ്തേക്കുക.